ആ മുഴയും ചുരുങ്ങത്തില്ല. അപ്പോൾ അതിന്റെ മെഡിസിൻസ് കൊടുത്ത ശേഷം അതായത് പുള്ളിക്കാരൻ പറഞ്ഞത് ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റിന് ഇത് ഇത് നോക്കി, അതായത് ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമ ഉണ്ടായിരുന്നു, അവിടെ ഒരു മുഴ ഉണ്ടായിരുന്നു, സ്കാനിങ്ങിന് മനസ്സിലായി. ഒരു ട്യൂമർ മാർക്കർ, ബ്ലഡിലുള്ള ഒരു മാർക്കർ ടെസ്റ്റ് ചെയ്തു, പെഫ്ക എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കി, അത് വളരെ കൂടുതലായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം പറയുന്ന മരുന്ന് കൊടുത്തു. ഈ മരുന്ന് എന്താണെന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. അത് പറയാതെ, അത് ഒറ്റമൂലി. അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു, പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു 10-15 ദിവസം എനിക്ക് നിങ്ങൾ തരണം. അങ്ങനെ ഒരു 15 ദിവസം ആ പേഷ്യന്റ് കൊടുത്തതിന് ശേഷം 15 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് നോക്കിയപ്പോൾ, സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മുഴയുടെ സൈസ് കുറഞ്ഞു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ സൈസ് എന്നൊക്കെ പറയുന്നത് മില്ലിമീറ്റേഴ്സിലൊക്കെ മെഷർ ചെയ്യുന്ന, വളരെ നമുക്ക് തന്നെ കാണാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. എങ്ങനെയാണ് അത് മെഷർ ചെയ്തൊന്നും പിടിയില്ല. എന്തായാലും കുറഞ്ഞു എന്ന് പറഞ്ഞ രണ്ടാമത് പെഫ്ക കുറയത്തില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഈ പെഫ്ക ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള 2-3 കാര്യങ്ങളിൽ വ്യത്യാസം വരുത്താൻ സാധ്യതയുള്ള ഒരു കമ്പോണന്റ് ആണ് ബ്ലഡിലുള്ളത്. അപ്പൊ അതൊക്കെ പുള്ളിക്കാരൻ ചെക്ക് ചെയ്ത് റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ 2 പോരായ്മകളുണ്ട് ഇവിടെ. പുള്ളിക്കാരൻ മരുന്ന് പറഞ്ഞിട്ടില്ല, റൂൾ ഔട്ട് ചെയ്ത് പെഫ്കയുടെ മറ്റേതൊക്കെ എന്നെ പോലെ ഇത് പഞ്ചസാര ഗുളികയാണ് എന്ന് വിശ്വസിക്കുന്ന എന്നെ എങ്ങനെ ഡോക്ടർ കൺവിൻസ് ചെയ്യും ടു ഡു എ ട്രീറ്റ്മെന്റ് ഇൻ ഹോമിയോപ്പതി, എസ്പെഷ്യലി എനിക്ക് ഒരു അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെങ്കിൽ, ക്യാൻസർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്യാൻസർ ഉള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം, ഇപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ വെറുതെ ഒരു അസുഖം മാറ്റിത്തരാം, അത് അങ്ങനെയൊന്നും അല്ല. അതല്ല അതിൻ്റെ സിസ്റ്റം. ഇപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതിനൊരു പ്രോസസ്സ് ഉണ്ട്. വരാൻ നേരത്ത് നമ്മൾ നോക്കും എങ്ങനെയാണ്, ഇപ്പോൾ എന്താണ് കണ്ടീഷൻ നോക്കുന്നുണ്ട് നമ്മൾ. ആ നോക്കിയതിന് ശേഷം ഒരു കയ്യിൽ കാശുണ്ടോ, മാക്സിമം എത്രയൊക്കെ പിഴിയാൻ പറ്റും, ഇതൊക്കെയാണ് ഞങ്ങൾ സാധാരണ നോക്കാറ്. പിന്നെ കയ്യിൽ എത്ര നാൾ ഈ പേഷ്യൻ്റ് ജീവിച്ചിരിക്കും, 4th സ്റ്റേജ് ക്യാൻസർ ആണോ, ഉറപ്പുണ്ടോ, തട്ടിപ്പോകും എന്നുള്ളതൊക്കെ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ പരിപാടി തുടങ്ങും. അതെ, ഇതില് പുള്ളിക്കാരൻ പറയുന്നത് രഞ്ജിനിയുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ വളരെ സ്കെപ്റ്റിക് ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് അടുത്ത് നിങ്ങൾ എങ്ങനെയാണ് ഇത് വിശ്വാസ യോഗ്യത ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. പുള്ളിക്കാരൻ അവിടെ വന്നിട്ട് പറയുന്നതൊക്കെ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് കണ്ടീഷൻ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇങ്ങനെ അവിടെ കിടന്ന് ഉഴപ്പി പോയിട്ടാണ് അവസാനം വിശ്വാസം ഇല്ലാത്ത ആരും ഇങ്ങോട്ട് വരത്തില്ലല്ലോ. കേൾക്കട്ടെ. 15 ദിവസമാകുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുമ്പോൾ, ഞാൻ ഒരുപാട് സമയമൊന്നും ചോദിക്കുന്നില്ല. ഒരു 10-15 ദിവസം കൊണ്ട് ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് സൈനാണ്. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓരോ ടെസ്റ്റുകളും ഓരോ 10-20 ദിവസം വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ടെസ്റ്റുകളിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ, അതായത് അതിൽ കുറയുന്നതായിട്ട് കാണുമ്പോൾ തന്നെ അത് വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. എന്നെ പോലത്തെ ആൾക്കാർ എന്നെ പോലെ അല്ല, ഞാനിപ്പം ഊഹിക്കുന്ന ആള്, അങ്ങനത്തെ ആൾക്കാർ വന്നിട്ടുണ്ടോ? ഈ സ്കെപ്റ്റിക്കൽ ആയിട്ടുള്ള, ഒട്ടും വിശ്വാസം ഇല്ലാത്ത, അവിടെ വന്നിട്ട് ഡോക്ടറിന്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഫേക്ക് അല്ലേ, നിങ്ങൾ പറയണൊക്കെ കള്ളത്തരല്ലേ, ഇതൊക്കെ സത്യമാണോ, അങ്ങനെ ആൾക്കാർ വരാറുണ്ട്? അങ്ങനെ പറയില്ല, കാരണം വിശ്വാസത്താലും വരാറില്ല. എന്താ അവര് വന്ന് പറയാ വിശ്വാസം ഇല്ല? വിശ്വാസം ഇല്ലാത്തവരാരും വരാറില്ല. മോഡേൺ മെഡിസിനിൽ വിശ്വാസം ഇല്ലാത്തവരാരും വരാറുണ്ടോ? വിശ്വാസം ഇല്ലാത്തവരും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും വരും. അവിടെ വന്നിട്ട് ഡോക്ടറിന്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഫേക്ക് അല്ലേ, നിങ്ങൾ പറയണൊക്കെ കള്ളത്തരല്ലേ, ഇതൊക്കെ സത്യമാണോ, അങ്ങനെ ആൾക്കാർ വരാറുണ്ട്? അങ്ങനെ പറയില്ല, കാരണം വിശ്വാസത്താലും വരാറില്ല. എന്താ അവര് വന്ന് പറയാ വിശ്വാസം കുറച്ച് കുറവാണെങ്കിൽ? ഒന്നാമത്തെ കാര്യം, വിശ്വാസമില്ലാത്ത ആരും തന്നെ വരേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, വരുമ്പോ തന്നെ ഡോക്ടർ സംശയമുള്ളത് അത് എന്തായാലും ചോദിക്കുക. അവര് ഡോക്ടർ ഇതേപോലെ കേസുകൾ ചികിത്സിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മാറുന്നുണ്ടോ എന്നുള്ളത് ചെയ്യാതെ. നമുക്ക് അറിയാലോ, എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. അതിന്റെ അകത്ത് ഹോമിയോപ്പതി അല്ലേ എന്നുള്ള സംഭവം ഉണ്ടാവും. സ്വാഭാവികം സംശയം ഉണ്ടാവും. എന്തൊന്നേ ഇത്? അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത്, അതിനൊരു ഞാൻ പറയാം, പ്രോസസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ പറയുന്നത്, 1 മാസം ഒരു സമയം തരൂ. 1 മാസം ഒരു സമയം, ഒരുപാട് സമയമല്ല. ഞാൻ 5 മാസം 6 മാസം 1 വർഷം വെറുതെ കണ്ണും പൂട്ടി ചികിത്സിക്കുന്ന 1 മാസം ഒരു സമയം തരൂ. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ വരുന്ന മാറ്റങ്ങൾ അവർ ഈ 1 മാസം സമയത്തിൽ നിങ്ങൾ 1 മാസം സമയം തരും. അതിലെന്തൊക്കെ നമുക്ക് പിഴിയാൻ പറ്റുമോ, എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് പറയും, എങ്ങനെയായാലും ഒരു 1 ലക്ഷം രൂപ ഞങ്ങൾ ഉണ്ടാക്കും. നിങ്ങളെ വിറ്റ് ഒരു 1 ലക്ഷം രൂപ അതിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. ഈ പ്രണയിക്കുന്നവർ തമ്മിൽ പറയത്തില്ലേ, തരൂ 1 മാസം കൂടി, അതുപോലെയാണ്. നിങ്ങൾ തരൂ 1 മാസം കൂടി, ഒറ്റ മാസത്തിന്റെ, അതെ, 1 മാസം സമയം തരൂ. നിങ്ങൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. തരൂ പ്ലീസ്.
വരുന്ന ഫിസിക്കലി വരുന്ന മാറ്റങ്ങൾ, ബ്ലഡ് ടെസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ, See it and believe it. ഇത്രയേ ഉള്ളൂ. It's as simple as that. See it and believe it. Anyway, നമ്മൾ ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ ഇപ്പം ഡോക്ടർ ഷായ്ക്ക് അറിയാം, ഇപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കണ്ടീഷനുണ്ട്, ഹൃദയത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മുട്ടിന് നീ റീപ്ലേസ്മെൻറ്റ്, കണ്ണ് കാറ്ററാക്ട്, ഗ്ലോക്കോമ, ഇതിനൊരു പ്രോട്ടോക്കോളുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. നോബഡി ഈസ് ഇൻ ഡൗട്ട്. വിശ്വാസം ഇല്ലെങ്കിൽ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, നിനക്കിതിൽ വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരരുത് കേട്ടോ. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഇവിടെ മുട്ട് റീപ്ലേസ് ചെയ്യുന്നതിന് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വിശ്വാസം ഉള്ളവനും ഇല്ലാത്തവനും മിണ്ടാൻ പറ്റുന്നവനും ബോധം കെട്ട് കിടക്കുകയാണ് ആൾ. അവൻ ബോധം കെട്ട് കിടക്കുന്നവൻ്റെ അസുഖം വരെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് മോഡേൺ മെഡിസിൻ. ബിക്കോസ് ദിസ് എ പ്രോട്ടോകോൾ, ദിസ് സയൻസ്. വാട്ട് ഇസ് സയൻസ്? റിപ്പീറ്റബിലിറ്റി. അല്ല, ഇത് ഈ ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഒരു ക്യാൻസർ ചികിത്സിക്കുന്ന മോഡേൺ മെഡിസിന്റെ ഡോക്ടറിന്റെ അടുത്ത് ഇതും കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം അങ്ങേരെ അടുത്ത് ചവട്ടൂട്ടയിൽ അറിയും. ഒരു 1500 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എവിടെ നിന്ന് തുടങ്ങി, എന്തിന് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തു, എന്തായിരുന്നു പേഷ്യന്റ് കംപ്ലൈന്റ്, എന്തായിരുന്നു ആദ്യം തൊട്ട് തുടങ്ങി. ഇവിടെ എല്ലാം ഒരു 1500 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തായിരുന്നു ഇൻഡിക്കേഷൻ, എന്തിനാണ് നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്തത്, ഇങ്ങനെ ഇതെല്ലാം ചോദിച്ചു. ഇതിനെല്ലാം ഉത്തരം കൊടുത്ത് മാത്രമേ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ, ആ ലൂപ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ 2 ടെസ്റ്റ് സാറേ ഇത് ആദ്യം എടുത്ത ടെസ്റ്റ്, ഇത് രണ്ടാമത് എടുത്ത ടെസ്റ്റ്, നിങ്ങളിത് നോക്കൂ. എനിക്ക് 25 വയസ്സായപ്പോൾ ഐ സ്റ്റാർട്ട് മൈ ഓൺ കമ്പനി. ഒരു ഫാർമസ്യൂട്ടിക്കൽസ്. Dr. Boss. അത് 25 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ മാനുഫാക്ചറിങ്, സോ അത് ഞാനൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. So nutraceutical company എന്ന് പറയുമ്പോൾ we know pharmaceutical. So nutraceutical is അതിന്റെ ഫാർമയുണ്ട്, ന്യൂട്രാസ്യൂട്ടിക്കൽസും ഉണ്ട് അതിന്റെ അകത്ത്. അപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? അപ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വൈറ്റമിൻ സി വരുന്നുണ്ട്, ആൽഫ ലിപ്പോയിക് ആസിഡ് എന്ന് പറഞ്ഞ മെഡിസിൻസ് വരുന്നുണ്ട്. വൈറ്റമിൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് വേണ്ട വൈറ്റമിൻസ്. അപ്പോൾ അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇതൊന്നും ഹോമിയോയിൽ വരുന്ന സാധനങ്ങളല്ല. ആണ് ഹോമിയോയിൽ വൈറ്റൽ ഫോഴ്സിൻ്റെ മോഡിഫിക്കേഷനാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സീമിംഗ്ലി സയൻറ്റിഫിക്, അണ്ടർ ദ ഗൈസ് ഓഫ് സയൻറ്റിഫിക് വാലിഡേഷൻ, ശാസ്ത്രീയ അടിത്തറ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു കവചം ഇതിൻ്റെ ചുറ്റിനുമുണ്ട്. അതിൽ ഒന്നാണ് ഈ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട്, ഹോളിസ്റ്റിക് ന്യൂട്രാസ്യൂട്ടിക്കൽ ഒരു മംബോ ജംബോ. ബേസിക്കലി ഇത് ഈ വൈറ്റമിൻസും അതുപോലെയുള്ള കുറേ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സ് ആണ്. അപ്പോൾ സപ്ലിമെൻറ്റ്സിനെ പറ്റിയുള്ള നല്ലൊരു വീഡിയോ, സപ്ലിമെൻറ്റ്സ് എത്ര ദോഷകരമാണ്, ഇവിടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന സപ്ലിമെൻറ്റ്സിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നുള്ളതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള പഠനം ഡോക്ടർ ആബി ഫിലിപ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ പബ്ലിഷ്ഡ്, ഐ ബിലീവ് ഇറ്റ്സ് ഓൾറെഡി പബ്ലിഷ്ഡ് ഡോക്യുമെൻറ്റ്. അതിന് മുമ്പൊക്കെ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ പലരോടും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലുള്ള സപ്ലിമെൻറ്റ് ഇൻഡസ്ട്രി അതിൽ യഥാർത്ഥത്തിലുള്ള ഈ വെയ്റ്റ് ഗെയിനിന് വേണ്ടിയും വെയ്റ്റ് ലോസിന് വേണ്ടിയും ഒക്കെ കൊടുക്കുന്ന പല മെഡിക്കേഷൻസിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നുള്ളതും അതിലുള്ള ഡേഞ്ചറസ് പലതും സ്റ്റെറോയിഡ്സും അതേപോലെ ലിവറിനെ ഡാമേജ് ചെയ്യുന്നതുമായിട്ടുള്ള പല മോളിക്യൂൾസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള പഠനമാണത്. അപ്പോൾ ഇതൊന്നും ഇതൊക്കെ ഒരു ശാസ്ത്രീയ അടിത്തറ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഫ്ലേവറിങ്, വാലിഡേഷൻ അല്ല, ഒരു ഫ്ലേവറിങ്. ഇപ്പം നിങ്ങളിപ്പം ആൽക്കഹോളിൻ്റെ കൂടെ ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ബാക്കിയുള്ള എല്ലാ ജ്യൂസും കോക്ടെയിൽ എന്ന് പറഞ്ഞ് കഴിച്ചാലും അതിൻ്റെ അകത്തിരിക്കുന്ന സാധനം വിഷമാണ്. ആൽക്കഹോൾ എന്ന് പറയുന്നത് ശരീരത്തിന് ഒരു രീതിയിലും ഗുണം ചെയ്യുന്ന സാധനമല്ല, മനസ്സിലായില്ലേ? പണ്ടൊക്കെ പറയായിരുന്നു എന്തൊക്കെ ചെറിയ ഗുണമുണ്ടെന്നൊക്കെ, ഒരു ഗുണമില്ല. ആൽക്കഹോൾ ഇസ് എ പോയിസൺ. അതിൻ്റെ കൂടെ നിങ്ങൾ ചേർത്ത് കഴിച്ചാലും, കേക്കിൽ ചേർത്ത് കഴിച്ചാലും, അതിനകത്ത് പാലിൽ ചേർത്ത് കഴിച്ചാലും വിഷം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഗുണവുമില്ലാത്ത ഒരു തട്ടിപ്പ് സാധനമാണ് ഈ ആയുർവേദം. ഈ ഹോമിയോപ്പതി. നമ്മൾ വെറുതെ ആയുർവേദത്തിന് 8 ഊക്കി, ഒരു ഊക്ക് വെറുതെ വേസ്റ്റായി. ആയുർവേദം എന്തെങ്കിലും മോളിക്യൂളെങ്കിലും ഉണ്ട്. മറ്റേ പ്രാചീന കാലത്ത് നടന്നിരുന്നതാണ്, നമുക്ക് ഇപ്പൊ മാറ്റിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ മോഡേൺ സയൻസ് ഒക്കെ ആവുന്നൊക്കെ പറയും. ഹോമിയോപ്പതി എന്താണ് ഇല്ലാത്ത ഒരു സംഭവം, തപ്പി നടക്കുന്ന പോലെ. ആയുർവേദം, ടു ബി വെരി
ഫ്രാങ്ക് വിത്ത് എവ്രി വൺ ഉള്ള കാര്യം പറയാറില്ല. അതിൽ ഏതെങ്കിലും ഒരു മരുന്ന്, ഏതെങ്കിലും ആയുർവേദത്തിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ഇപ്പം വെരികിൻ്റെ ബീജം, അല്ലെങ്കിൽ മുതലയുടെ ബീജം, കുരുവിയുടെ ബീജം, അതിൽ എന്തെങ്കിലും ഗുണമുണ്ടെന്ന് ഇന്ന് പരീക്ഷിച്ച് കണ്ടെത്തി നമ്മൾ ഈ നാട്ടിലുള്ള കുരുവികളെല്ലാം ഓടിച്ചിട്ട് പിടിച്ച് വാണം കടിപ്പിച്ച് അതിൻ്റെ ബീജമെല്ലാം ഊരിയെടുത്ത് ഒരു മരുന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഈ കുരുവിയുടെ ബീജം ആയുർവേദത്തിൽ ചരകനിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ മയിലിൻ്റെ ബീജം, മുതലയുടെ ബീജം, ഇതൊക്കെ ഉള്ളതാണ്. It's not coming from my sick mind. My mind is sick, but this is not from my sick mind. So as I was saying, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഗുണം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോഡേൺ മെഡിസിൻ അക്സെപ്റ്റ് ചെയ്യും. Why not? Why should we like shy away from accepting something that is already been there in the country? Why not? But unfortunately, nothing fucking works. So back to this guy. അത് ഞാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാരലി ഇപ്പോൾ ഹോമിയോപ്പതിയുടെ നമ്മുടേതായിട്ടുള്ള ഓരോ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും എല്ലാം മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ ഒരു ഫസ്റ്റ് ബ്രാഞ്ച്, ക്യാൻസർ ഒന്നുമല്ല, വളരെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ. ഡോക്ടർ ബോസിന്റെ അല്ല, SKCCRന്റെ തന്നെ. അതിൽ വെച്ചാൽ നമ്മളിപ്പോ വെൽനെസിന്റെ ഒരു ഇത് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം ഓരോ പഠന ആവശ്യങ്ങൾക്കായിട്ടും എല്ലാമായിട്ട് ആൾക്കാർക്ക് നമ്മളിപ്പോൾ ക്ലിനിക്കലി നമ്മളിപ്പോൾ ചെയ്ത് മാറുന്ന, നമ്മളിപ്പോൾ SKCCR നമ്മൾ മാറ്റുന്നുള്ള നമുക്ക് കുറേ അറിയാലോ, ക്ലിനിക്കൽ എവിഡൻ്റ് ആയിട്ടുള്ള കുറേ നമ്മുടേതായിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം പ്രൊഡക്റ്റായിട്ട് ഇറക്കുകയാണ്. ഇതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ കാണേണ്ട ആവശ്യമില്ല, എന്നെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഞാൻ ഓരോ ആൾക്കാരെ ഡോക്ടർമാരെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എനിക്കറിയാവുന്ന ഈ തട്ടിക്കൂട്ട് ഉടായിപ്പുകൾ വേറെ ആൾക്കും ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനില്ലേലും കുഴപ്പമില്ല, ഡോണ്ട് വറി. വേറെ ആൾക്കാർ നിങ്ങളെ കാശ് പിഴിയാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ പോലെ വർക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും നാളെ ഹോമിയോപ്പതിയിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ലക്ഷക്കണക്കിനുള്ള പേഷ്യൻസിന് അത് ഗുണകരമാവും. അപ്പോൾ അത് ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞു കാര്യങ്ങൾ. അതിപ്പം ഡോക്ടർ ബോസ് എത്ര നാളായി തുടങ്ങിയിട്ട്? ഞാൻ 25 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 7 വർഷമായി. പക്ഷേ ഐ കൻ സീ ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബ്രാൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഗ്രോ. അതെ. ഡോക്ടർ ബോസ് ഈസ് എ മാനുഫാക്ചറിംഗ് കമ്പനി, ബട്ട് SKCCRലായിരിക്കും ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെല്ലാം കൊടുക്കുന്നത്. ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ അതിന്റെ ബ്രാഞ്ചുകളും കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെ പല ഭാഗത്തും. ഹോമിയോപ്പതി മെഡിസിനിൽ ഇപ്പൊ എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു, ഞാൻ ഡോക്ടറിന്റെ അടുത്ത് വന്നു, ഡോക്ടർ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുത്തോണ്ടിരിക്കേണ്ടതാണോ? അങ്ങനെയില്ല. അതൊരു സാധാരണ പ്രേക്ഷകൻ ചോദിച്ചാൽ അതങ്ങനെയല്ല. അതെങ്ങനെ വെച്ചാൽ ഇപ്പോ എനിക്കൊരു AML ഒരു കേസ് ഉണ്ടായിരുന്നു, ലേഡി ഉണ്ട്. AML അതായത് ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസറിന്റെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ CIDമാർ സംസാരിക്കുന്ന ഭാഷ സാധാരണക്കാർക്ക് മനസ്സിലാവാറില്ല. ഈ ഒരു ഡയലോഗ് കേട്ടില്ലേ, ഞങ്ങൾ CIDമാർ കോഡ് ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതുപോലെയാണ് പുള്ളി ഇങ്ങനെയുള്ള ഈ ടേംസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ ആൾക്കാർ വിചാരിക്കും. കാരണം പുള്ളി പറഞ്ഞത് മൊത്തം മോഡേൺ മെഡിസിൻ്റെ മെഡിക്കൽ ടേംസും കാര്യങ്ങളാണ്. ഇതൊക്കെ ഈ ഹോമിയോപ്പതിയിൽ എവിടെയാണ് ഉള്ളത്? ഹോമിയോപ്പതിയുടെ ടെക്സ്റ്റിൽ എവിടെയാണ് ഈ പറഞ്ഞ വാക്കുകളോ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സോ ഈ പറഞ്ഞ രീതികളോ? ഈ ഹോമിയോപ്പതിയിൽ എവിടെയാണ് സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന കാര്യം പറയുന്നത്? ഹോമിയോപ്പതിയിൽ എവിടെയാണ് വൈറ്റമിൻസ്? ഹോമിയോപ്പതിയിൽ എവിടെയാണ് സെല്ല്? ഹോമിയോപ്പതിയിൽ എവിടെ സെല്ല്? ഈ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ കൂട്ടത്തിൽ ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ ഹോമിയോപ്പതി മെഡിസിന്റെ ഒരു പേര് പോലും പുള്ളിക്കാരൻ ഇതില് പറഞ്ഞിട്ടില്ല, പറയുന്നതുമില്ല. പ്രത്യേകിച്ച് അതിന്റെ എങ്ങനെയാണ്, അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ്, എവിടെ തുടങ്ങുന്നു, എത്ര ഡോസ്, അതൊന്നും പറയുന്നില്ല. അടുത്താണ് നമ്മുടെ AML-ലോട്ട്. ഞങ്ങൾ ആരോടും പറയാറില്ല. അത് ഞങ്ങൾ ഇങ്ങനെ അപ്പനപ്പന്മാരായിട്ട് ഇങ്ങനെ ചെവിയിൽ ഊതി കൊടുക്കുകയുള്ളു. ഈ മരിക്കാൻ കിടക്കുമ്പോഴത്തേക്കും അച്ഛൻ്റെ ചെവിയിൽ നിന്ന് മോനെ ഈ കാറ്റലോഗായിട്ട് പോകും. ഈ അച്ഛ, ഈ രോഗത്തിന് ഏത് മരുന്നാണ് മോനെ? അതിന് കൊടുക്കേണ്ട മരുന്നാണ് ആർസനിക്കും ആൽബം. അച്ഛ പറയൂ, 30 ആണോ 3000 ആണോ? അയ്യോ അച്ഛ 3000 എന്ന് പറയൂ അച്ഛ, അല്ലെങ്കിൽ 330 എന്ന് പറയൂ അച്ഛ. ഇത് പറയാതെ ചാവല്ലേ അച്ഛ. നമുക്കത്
എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് AML എങ്ങനെയാണ് പുള്ളിക്കാരൻ അപ്പോൾ ട്രീറ്റ് അവർക്ക് ചെയ്തതെന്ന് ഇതേപോലെ പല അവിടെ കീമോയും എല്ലാം കഴിഞ്ഞ് മാറാതിരുന്ന ഒരാളാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്ന കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷം അവർക്ക് ബ്ലാസ്റ്റ് സെൽസ് ഒരുപാട് കൂടുതലായിരുന്നു. അവരൊരു 6 മാസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ബ്ലാസ്റ്റ് സെൽസ് ഒന്നുമില്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർക്ക് എല്ലാം നോർമലായി. അത് ഞാൻ മെഡിസിൻ ട്രീറ്റ്മെൻറ്റും നിർത്തി, ഡോസേജ് കുറച്ച് മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് നിർത്തി. അത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അവർ കഴിഞ്ഞ ദിവസം ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് പറഞ്ഞാൽ മോളുടെ കല്യാണം ഡോക്ടറെ വരണമെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇത്രയും വർഷമായി, പക്ഷേ അത് മെഡിസിൻ സർവൈവർഷിപ്പ് ബയസ്, ഇതിനെയാണ് പറയുന്നത് സർവൈവർഷിപ്പ് ബയസ്. അതായത് രക്ഷപ്പെട്ട പേഷ്യൻസിൻ്റെ കഥകൾ മാത്രമേ പുള്ളി പറയുന്നുള്ളൂ. ചത്തുപോയ പേഷ്യൻസിൻ്റെ കഥകളോ ഒന്നും പറയാൻ ആൾ ജീവനോടെ ബാക്കിയില്ല. മാത്രമല്ല ചിലപ്പം ബസ്സൂലിക്ക് പോലും കാശ് കാണില്ല, എവിടെയെങ്കിലും വല്ല മൂലയിലും കിടന്ന് പട്ടിണി കിടന്ന് പാവപ്പെട്ട ചാവുന്നുണ്ടാകും. കാരണം കൊടുത്ത കാശ് മൊത്തം ഇവന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ സർവൈവർഷിപ്പ് ബയസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം ലോകമായ യുദ്ധത്തിലും തിരിച്ചു വന്ന വിമാനങ്ങളിൽ അത് ആരാണ് നമ്മൾ സിയാർ തന്നെ ചെയ്തത്. സിയാർ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തിരിച്ചു വന്ന വിമാനങ്ങളിൽ എവിടെയൊക്കെയാണ് ബുള്ളറ്റ് കൊണ്ടത് എന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ബുള്ളറ്റ് കൊള്ളാത്ത ഭാഗങ്ങൾ, അവർ വിചാരിച്ച് ഈ ബുള്ളറ്റ് കൊണ്ട ഭാഗങ്ങൾ, തിരിച്ചു വന്ന വിമാനങ്ങളിൽ ബുള്ളറ്റ് കൊണ്ട ഭാഗങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് റീഇൻഫോഴ്സ് ചെയ്യാം. അപ്പോൾ അവിടെ ബുള്ളറ്റ് കൊള്ളാതിരിക്കുമല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ബുള്ളറ്റ് കൊണ്ട ഭാഗങ്ങൾ ഉള്ള വിമാനങ്ങളൊന്നും തിരിച്ച് വന്നില്ല. അവിടെയാണ് റീഇൻഫോഴ്സ് ചെയ്യേണ്ടത്. കാരണം ഇതെല്ലാം തിരിച്ച് വന്നു, മനസ്സിലായില്ലേ? എൻ്റെ വിങ് ടിപ്സിൽ വിങ്ങിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ ഫ്യൂസ്ലാജിൽ ബോഡിയുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് കൊണ്ടത്. അവരാരും തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ എക്സ്റ്റൻഷനിൽ അല്പമെങ്കിലും കുറച്ച് ഒരു 1.5 മീറ്റർ ദൂരത്ത് ഉള്ള വിങ്സിൽ ബുള്ളറ്റ് കൊണ്ടു. ആ വിമാനങ്ങളെല്ലാം തിരിച്ചു വന്ന്. അപ്പോൾ അവിടെ റീഇൻഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല, അവന്മാർ തിരിച്ചു വന്നവന്മാരാണ്, മനസ്സിലായില്ലേ? അപ്പോൾ 80 വയസ്സ് കഴിഞ്ഞവന് കൂടുതൽ മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഈ 30 വയസ്സിൽ ചത്തുപോയവനാണ് നമ്മൾ മരുന്ന് കൊടുത്തത്. അവനെ 30 വയസ്സിൽ മരുന്ന് കൊടുത്തിട്ടാണ് ഈ 80 വയസ്സിൽ അവൻ ചാവാൻ കിടക്കുന്നത്. ഈ 30ഉം 20ഉം വയസ്സിൽ 6 വയസ്സിലും 7 വയസ്സിലും മംസിനും പോളിയോയ്ക്കും വാക്സിൻ കൊടുത്ത് അവനെ രക്ഷപ്പെടുത്തി അവനെ നടത്തിച്ച് 2 കാലിൽ ഇറങ്ങി നടക്കാൻ ഇഴയുന്നതിന് പകരം വയറ് വീക്കാതെ എണീറ്റ് നടന്ന് മൂക്കളയൊന്നും ഒലിപ്പിക്കാതെ നടന്ന് 83 വയസ്സിൽ ചാവണമെന്നുണ്ടെങ്കിൽ 83 വയസ്സിൽ ചത്തവനെ അല്ല നമ്മൾ പറയണം അയ്യോ 83 വയസ്സിൽ ചത്തല്ലോ. എങ്ങനെ? അമേരിക്കയിൽ നിന്ന്, ആസ്ട്രേലിയയിൽ നിന്നും, കാനഡയിൽ നിന്നും, ബ്രിട്ടനിൽ നിന്നുമൊക്കെ മക്കളൊക്കെ ചുറ്റിനും വളഞ്ഞു നിന്ന് 83 വയസ്സിൽ വലിച്ച് 3-4 ദിവസം നീട്ടിയിട്ട് ആണ് ചാവണത്. മനസ്സിലായി? സന്തോഷമായിട്ട് എല്ലാവരും കണ്ടിട്ട്. മറ്റതങ്ങനെയല്ല, മറ്റത് തൂറി നാറി പുഴുത്ത അളിഞ്ഞാണ് ചാവണത് 25-30 വയസ്സിൽ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്തുമാത്രം മാറിയിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. 2 എഞ്ചിനുള്ള എയർക്രാഫ്റ്റിൽ 1 എഞ്ചിൻ കത്തിപ്പോയിട്ട് വിമാനം കറക്റ്റായിട്ട് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടു. ഞാനും എന്നോടൊപ്പമുള്ള എല്ലാ പേഷ്യൻസും. 1940 എയർക്രാഫ്റ്റ് ആണെങ്കിൽ 1 എഞ്ചിൻ പോയിട്ടുണ്ടെങ്കിൽ അത് തീർന്ന് അവിടെ കടലിൽ വീഴും, ടപ്പോ എന്ന് പറഞ്ഞ് കടലിൽ വീഴും. സോ ഇറ്റ്സ് ബിക്കോസ് ഓഫ് സയൻസ്, of engineers, of technology, of medicine, of farming. And that is the contribution of science, not of all these bullshit artists. Continue. ഈ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തിലെങ്കിൽ AML എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞില്ലേ, അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ എന്ന് പറഞ്ഞിട്ട് AML, ആ കാര്യത്തിലെങ്കിലും കുറച്ച് ഫാക്ട്സ്, അതായത് പുള്ളിക്കാരൻ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് വസ്തുതകളെങ്കിലും പറയാമായിരുന്നു. ഉദാഹരണത്തിന് ആ പേഷ്യന്റിന്റെ വയസ്സ് എത്രയായിരുന്നു, ഈ കൊടുത്ത മരുന്ന് എന്തായിരുന്നു, അതിനുശേഷം ഈ പുള്ളിക്കാരൻ ആ ആള് കല്യാണം വിളിക്കാൻ വന്നു എന്ന് പറഞ്ഞു എത്ര വർഷം കഴിഞ്ഞിട്ട് വന്നു, അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞിട്ട്, പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് തരാം. ഇപ്പൊ എന്നെ പോലെയുള്ള സ്കെപ്റ്റിക്സിനെയൊക്കെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയാം. പക്ഷെ സാധാരണക്കാർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ, നമ്മളെ പോലുള്ളവർക്കൊക്കെ ഇത് അറിയാം, ഇത് വി ക്യാൻ സീ ത്രൂ ഓൾ ദിസ് ബുൾഷിറ്റ്. പക്ഷേ സാധാരണക്കാർക്കെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഒരു ഹോപ്പ് തരണ്ടേ. ഇത് കുറേ സാധനങ്ങൾ മറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇത് ചപ്പടി വിദ്യയാണ്, നമ്മളിങ്ങനെ കാണിച്ചു തരില്ല, നിങ്ങൾ വന്ന് കർട്ടൻ അകത്തി കാണണമെന്നുണ്ടെങ്കിൽ നീ പൈസ തരണം, ഇപ്പം ഇത്രയും കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു തരേണ്ട പരിപാടിയാണ്. ഇതാണ് മീൻ ചെയ്യണത്, മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ഐ ഹാവ് ദിസ് ഫീലിംഗ്, എൽഡർലി ആയിട്ട് ടെർമിനലി ഇല്ലായിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതൽ പിഴിയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ക്രൂവൽ. ഓൾറെഡി അവർ ടെർമിനലി ഇല്ലാണ്. അവർക്ക് എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? അവർക്ക് ട്രീറ്റ്മെൻറ്റിന് കാര്യം കൊടുക്കേണ്ടത്. കാരണം ട്രീറ്റ്മെൻറ്റ് ഫെയിലായി, ട്രീറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നില്ല, ട്രീറ്റ്മെൻറ്റ് വിൽ നോട്ട് വർക്ക്, കൂടുതൽ പെയിൻഫുള്ളാണ് എന്ന് അറിയുമ്പോൾ അവരുടെ ലൈഫ് കൂടുതൽ കംഫർട്ടബിൾ ആക്കുകയാണ് വേണ്ടത്. അവർക്ക് ഹോപ്പ് കൊടുക്കുകയല്ല വേണ്ടത്. മേക്ക് ദം റിയലൈസ് ദാറ്റ് ദിസ് ഇസ് you need to deal with your end of service. അത് ഡീൽ ചെയ്യണം.
അതിന് വേണ്ടിയുള്ള സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ അവർക്ക് ഹോപ്പ് കൊടുത്ത് അവരെ പറ്റിക്കുകയല്ല ചെയ്യുന്നത്. അതൊരു ഭയങ്കര ക്രൂരമായൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. അതായത് ഒരാൾ മരിക്കാനാണ് പോകുന്നത്, അതായത് മരണം ഉറപ്പാണ്. മരണം ഉറപ്പായിട്ടുള്ള ആളിന് എന്താണ് ചെയ്യേണ്ടത്? ഒരു നല്ലൊരു ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത്? ബി ഓണസ്റ്റ് വിത്ത് ഹിം, ബി ഓണസ്റ്റ് ആൻഡ് മേക്ക് ഹിസ്. അത് മോഡേൺ മെഡിസിനിൽ മാത്രമേ ആ എൻഡ് കംഫർട്ടബിൾ ആക്കാൻ പറ്റൂ. ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റില്ല, ഹോമിയോയിൽ ചെയ്യാൻ പറ്റില്ല, ഒരു മൈലും ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന പെയിൻ കില്ലേഴ്സും ലൈക്ക് ഹൺഡ്രഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് drugs that are available to ease the pain. And that is what modern medicine is all about. Do no harm. Make life, at least death, comfortable. If you cannot help with keeping that person happy during his life, make his death comfortable. അവൻ്റെ മരണം സുഖമമായിട്ട് മരിക്കാനുള്ള ഒരു ഡിഗ്നിറ്റി അത് കൊടുക്കുക. ഇവന്മാർ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങേരത്തെ തെണ്ടിത്തരമാണ്, അങ്ങേരത്തെ തെണ്ടിത്തരം. അതായത് മരിക്കാൻ കിടക്കണവൻ്റെ പൈസ പിടുങ്ങുന്ന ഏറ്റവും തന്തയ്ക്ക് ഉറക്കാത്ത ഊമ്പിയ പരിപാടി. അതാണ് ഇവന്മാർ ചെയ്യണത്. ഓണസ്റ്റായിട്ട് ഹോമിയോ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അതായത് അവർ ചെയ്യുന്നത് കാപട്യമാണ്, പക്ഷേ അത് മനുഷ്യർക്ക് ഒരു ദ്രോഹവുമില്ലാതെ പ്ലസീബോ എന്നെങ്കിലും പറഞ്ഞിട്ട് കൊടുക്കുന്ന ഞാനിതേ ചെയ്യൂ എത്രയോ പേരുണ്ട്. ഇത് ഇങ്ങനെ മിക്സോപ്പതി ചെയ്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി കുറേ സ്റ്റെറോയിഡ്സും കുറേ കോർട്ടിക്കോ സ്റ്റെറോയിഡ്സും കുറേ മോഡേൺ മെഡിസിൻ്റെ അൺറെഗുലേറ്റഡ് ആയിട്ട് അഡൾട്രേറ്റ് ചെയ്ത് അടിച്ച് കയറ്റി അവനൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് അവൻ ഇറങ്ങിപ്പോവും, ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോവും. ചിലപ്പം ക്യാൻസർ വരെ ചിലപ്പം റിമിഷനിൽ പോയെന്നിരിക്കും. ഇവൻ അടിച്ച് വിടണ ഡ്രഗ്സ് അങ്ങനത്തെ സാധനങ്ങളാണ്. നിഷാദ് പറഞ്ഞ ഇതില്ലേ ആ ഒരു എക്സാമ്പിൾ, അതുപോലത്തെ ഏകദേശം ഒരു എക്സാമ്പിൾ, ഒരു 80-88 വയസ്സായ ഒരു സ്ത്രീക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത CI, ഗ്യാസ്ട്രിക് CI എന്ന് പറഞ്ഞിട്ട് CI സ്റ്റൊമക് ക്യാൻസർ. അപ്പൊ അതിൽ അങ്ങനെ ഒരു കാര്യം പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അവിടെയും മിക്കവാറും ഈ പറഞ്ഞ എലമെന്റ്സ് ഒക്കെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുക. നമുക്കത് വരുമ്പോ കാണാം. ഇവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതുണ്ടല്ലോ, ഈ കോക്ടെയിൽ തെറാപ്പി, അതായത് എല്ലാം കൂടി ചേർത്ത് അവിടെ ഇവിടെ വൈറ്റമിൻസ്, മിനറൽസ്, സിങ്ക്, കണ്ട ചപ്പ് ചവർ, അവിടെ ഇരിക്കുന്ന മസാലപ്പൊടി, സാമ്പാർ മസാല, വീട്ടിലിരിക്കുന്ന പഞ്ചസാര, കോഫി പൗഡർ എല്ലാം കൂടി കലക്കിയിട്ട് അമ്മച്ചി കുടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുക. കലക്കോപ്പതിയാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ായിട്ടുള്ള നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള, അതായത് ക്യാൻസർ സെൽസിനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഇത് മെഡിസിൻസ് കൊടുത്തതിന് ശേഷം ഡെവലപ്പായി വന്നു. അപ്പോൾ അവർക്ക് ഇപ്പോഴും കുഴപ്പമില്ല, അവരിപ്പോഴും വരുന്നുണ്ട് അവളുടെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ കുറേ കേസുകളുണ്ട്, കുറേ കേസുകളുണ്ട്. അതേപോലെ ഈ മകളുടെ കല്യാണം വിളിക്കാൻ വരാത്തവരുടെ കേസും കൂടി ഒന്ന് പറയൂ. ഇനിയിപ്പം മകൾക്ക് ഈ കല്യാണം കഴിച്ച ഈ പുള്ളിക്കാരത്തേക്ക് മകള് ചിലപ്പോൾ പുള്ളിക്കാരത്തി 15-16 വയസ്സിൽ കല്യാണം കഴിച്ചതിന് ശേഷം 28, 30, 32 വയസ്സിൽ മകള് ജനിച്ച് മകളുടെ കല്യാണം വിളിക്കാൻ വന്നുണ്ടെങ്കിൽ പ്രൊഗ്നോസിസ് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ 40 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഗ്നോസിസ് ആയിരിക്കും. കൊടുത്ത മരുന്ന് എന്താണെന്നും കൂടെ ഉള്ളൊരു ചോദ്യം ബാക്കി അറിയണ്ട. അത് പറയത്തില്ല, അത് റിവീൽ ചെയ്യത്തില്ല. പുള്ളി പറഞ്ഞില്ലേ സപ്ലിമെന്റ്സ് കൊടുക്കലാണ് അവർക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ സംഭവം ഉണ്ടെന്നുള്ളത്. ഈ ഹോമിയോ എന്ന് പറയുന്നത് ഈ പുള്ളിയുടെ BHMSന്റെ ഡിഗ്രിയുടെ ബലം മാത്രമേ ഉള്ളൂ. ഹോമിയോയിൽ തൊടുന്നില്ല പുള്ളിക്കാരൻ തൊടുന്നില്ല. പുള്ളിക്കാരൻ മറ്റേ ഈ പ്രസന്റേഷൻ പേപ്പറിൽ സിൽവർ ഫോയിലൊക്കെ ഇട്ട് കറക്കി പുതിയ നാട്രോസ്യൂട്ടിക്കൽ ഫാർമസ്യൂട്ടിക്കൽസ് ഓഫ് ദി സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എക്കണോമിക്കൽ ഡെവലപ്മെന്റ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. ഇതേപോലെ ലിവർ ക്യാൻസറിന്റെ കേസുകളുണ്ട്. ചില കേസുകളൊക്കെയാണ്. ചില കേസുകളിലൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അതിനിപ്പോ വേറെ സിസ്റ്റം ഓഫ് അതെ നമ്മുടേതായുള്ള എക്സ്പീരിയൻസിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് ഒരു സിസ്റ്റം ഓഫ് മെഡിസിന്റെ ഒന്നും സയന്റിഫിക് അങ്ങനെ പറയാനുള്ള സംഭവങ്ങളല്ല ഞാൻ പറയുന്നത്. എന്റെ പോയിന്റ് ബി നോട്ടഡ്. ഇവിടെയാണ് ഇതുപോലെ ചില സത്യങ്ങൾ അറിയാതെ സത്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അറിയാതെ ചാടിപ്പോകും. എക്സ്പീരിയൻസിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് ഒരു സിസ്റ്റം ഓഫ് മെഡിസിന്റെ ഒന്നും സയന്റിഫിക് അങ്ങനെ പറയാനുള്ള സംഭവങ്ങളല്ല ഞാൻ പറയുന്നത്. എന്റെ സിസ്റ്റത്തിൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ലിവർ ക്യാൻസർ ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ ലിവറിന്റെ മുഴ വലുതായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പെട്ടെന്ന് ഗ്രോ ചെയ്ത് പോവുകയാണ്. നമ്മുടെ മെഡിസിൻസ് കൊടുത്തതിന് സ്റ്റേബിൾ ആക്കിയതിനു ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അത് ചുരുങ്ങി, അത് 5 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ. നമ്മളത് കഴിഞ്ഞ ഒരു പെറ്റ് സ്കാൻ
കിടന്നിട്ട് രാവിലെ എണീറ്റ് നോക്കിയപ്പോ ദാണ്ടേ ഇരിക്കുന്നു മുഴ, പുറത്ത് വന്നിരിക്കുന്നു. ലിവറിലിരുന്ന മുഴ ആ കയ്യിലിരിക്കുന്നു. എന്താണ് ഡോക്ടറെ ഒന്ന് നന്നായിട്ട് പറഞ്ഞൂടെ? അല്ലെങ്കിൽ സീറ്റ് നോക്കുമ്പോൾ വേറെ സ്പ്രെഡിങ് ഇല്ല, ഒരു കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ നിൽക്കുന്നു. അങ്ങനത്തെ രീതിയിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ മെഡിസിൻസ് നിർത്തും. നിർത്തിയതിനു ശേഷം നമുക്ക് കാണാം വർഷം കഴിഞ്ഞാൽ അതവിടെ ചെറിയ കുരുപോലെ നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ നിന്ന് സ്പ്രെഡിങ്ങോ വേറെ പ്രശ്നങ്ങൾ ഇല്ലാതെ. എന്ത് മെഡിസിൻ അത് പറയില്ല, മെഡിസിൻസ് നിർത്തും. അത് എന്ത് മെഡിസിൻ അത് ഞങ്ങൾ പറയില്ല, അതിന്റെ പരിപാടിയിലോട്ട് ഞങ്ങൾ പോകില്ല. നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയും കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓരോ ക്ലിനിക്കൽ ആയിട്ടുള്ള ഓരോ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലിനിക്കൽ അപ്പൊ അങ്ങനെ കുറെ കഥകളുണ്ട്. ഈ ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ അടുത്തൊരു ഡെക്കേഡിൽ എങ്ങനെയായിരിക്കും ഈ പുള്ളി പറയുന്ന ചില സാധനങ്ങൾ ഇവർ സാധാരണ പറയുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളത് അത് വിശദമായിട്ട് പോകാത്തത്. കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഹോളിസ്റ്റിക് ന്യൂട്രസ്യൂട്ടിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ, ഉടാപ്പിക്കൽ, കലക്കോളജി അതൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് എളുപ്പം. ഈ ഹോളിസ്റ്റിക് എന്നുള്ള പ്രയോഗം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ മോഡേൺ മെഡിസിൻ ഈ ഹോളി സ്റ്റിക്ക് ആണത്, മനസ്സിലായില്ലേ? അതായത് ഹോളിസ്റ്റിക് വിശുദ്ധ വടി, ഹോളി സ്റ്റിക്ക് അതല്ലേ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ലേ ഹോളി സ്റ്റിക്കിങ്? അങ്ങനെ ആയിരിക്കും. ഇപ്പൊ തന്നെ കഴിഞ്ഞൊരു ഡെക്കേഡിൽ ഹോളിസ്റ്റിക് ഹെൽത്ത് കെയറിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആസ് എ ഡോക്ടർ ഇൻ ഹോമിയോപ്പതി ആൻഡ് സംബഡി അനക്ഡോട്ടൽ എവിഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ, നല്ല ഫുൾ അനക്ഡോട്ടൽ എവിഡൻസ് ആണ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ചേച്ചിക്ക്. ഇപ്പൊ ചേച്ചി ഈസ് ഓൾസോ endorsing. Chechi is not just for CJP but for endorsing homeopathy. Not only that, she is not just a pretty face, she has evidence, and that evidence is anecdotes. So her anecdotes, because she is famous, her anecdotes are more valuable. സാധാരണ തെക്കതിലെ ശാന്ത ചേച്ചി പറഞ്ഞാൽ അത് പുല്ല് വിലയാണ്, പക്ഷെ രഞ്ജിനി ഹരിദാസ് പറഞ്ഞാൽ നമ്മളത് എടുക്കും അല്ലേ? ഏരിയ എങ്ങനെ കാണുന്നു ഡോക്ടർ അതിന്റെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ? ഏതൊക്കെ മേഖലകളായിരിക്കാം അതിനെയും വളരാൻ പോകുന്നത്? ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, ഇപ്പോ ന്യൂട്രസ്യൂട്ടിക്കൽസ് ഇപ്പൊ US വരെയും അത് ഭയങ്കര ഫേമസ് ആണ്. ആൾക്കാർക്ക് അറിയാലോ, വൈറ്റമിൻസും കാര്യങ്ങളും എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പീൽ ടു അമേരിക്ക. ഞാൻ ഇന്നലെ ഇട്ട പടം കണ്ടായിരുന്നു. ഞാൻ ഒരു നമ്മുടെ ഗ്രൂപ്പിലിട്ടായിരുന്നു. അതിൽ കാനഡയിൽ ഇന്നലെ ഞാൻ പോയപ്പോഴത്തേക്കും കപ്പിംഗ് തെറാപ്പി ഒരു മൂലയിൽ കപ്പിംഗ്, അത് ആ ബിൽഡിങ്ങിന്റെ കണ്ടീഷൻ കണ്ടാൽ പേടിയാവും. കാരണം കംപ്ലീറ്റ് തകരാനായിട്ടിരിക്കുന്ന തകരപ്പട്ടി കൊണ്ട് അഴിച്ചുണ്ടാക്കിയ തട്ടിക്കൂട്ട് ഒരു ഇത്. എന്നിട്ട് ഇപ്പുറത്ത് മറ്റേ ഹെർബൽ ലൈഫ് ഇപ്പുറത്ത്, അപ്പുറത്ത് ഒരു സിംഗിൾ, എനിക്ക് തോന്നുന്നു ഒരു ഒറ്റ ഷട്ടറാണെന്ന് തോന്നുന്നുണ്ട്, ഒരു പകുതി ഷട്ടർ. സാധാരണ ഈ നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വാച്ച് നന്നാക്കാൻ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ചെറിയ എന്ന് വെച്ചാൽ അതെ അതിൻ്റെ അടിയിൽ ഇരിക്കുന്ന ചെറിയ ബിസിനസ്, കൊച്ചു ബിസിനസ്, അതുപോലുള്ള ഇതാണ് കപ്പിംഗ് തെറാപ്പി ഇത്. അപ്പം ഇത് അമേരിക്കയിൽ, ഇന്ന് അമേരിക്കയുടെ പേര് പറഞ്ഞാൽ നമ്മളൊക്കെ നോർത്ത് അമേരിക്കയിൽ ഈ ഏഷ്യൻസ് വന്നതിന് ശേഷം ഈ ഇറ്റ്സ് നോട്ട് എ ഡെറോഗേറ്ററി ആയിട്ട് പറയല്ല, പക്ഷേ സൗത്ത് ഏഷ്യൻസും ഏഷ്യൻസും, കൊറിയൻസ്, വിയറ്റ്നമീസ്, ചൈനീസ്, ഹോങ്കോങ്, ഫിലിപ്പീനോസ്, ഇന്ത്യൻസ്, ബാംഗ്ലാദേശീസ്, പാകിസ്ഥാനീസ്, ഇവരൊക്കെ വന്നപ്പോഴാണ് ഈ ചൈനീസ് മെഡിസിൻ, ആക്യുപങ്ക്ചർ, ആക്യുപ്രഷർ, പിന്നെ വേറെന്താണ് കപ്പിംഗ്, ഹിജാമ, ഇങ്ങനെയുള്ള ഒരു പറ്റം ഉടായ്പകൾ നോർത്ത് അമേരിക്കയിൽ പടർന്നു തുടങ്ങി. പിന്നെ മണ്ടന്മാരെല്ലായിടത്തും ഉണ്ട്. അത് അമേരിക്കയാണെന്നോ ഇന്ത്യയാണെന്നോ ഒന്നും ഗൾഫാണെന്നോ ഒന്നും വ്യത്യാസമല്ല, മണ്ടന്മാരെല്ലായിടത്തും ഉണ്ട്. അത് നല്ല പത്രമാറ്റു മണ്ടന്മാരുമാണ്. അതിന് ഈ പറഞ്ഞ ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് കൺവിൻസിങ് ദം ദാറ്റ് ദിസ് ഷിറ്റ് വർക്ക്സ്. ഇഫ് യു കൺവിൻസ് ദം ആൻഡ് ഇഫ് ദേ ആർ സ്റ്റുപ്പിഡ് ഇനഫ് ദേ വിൽ ഫോളോ ദാറ്റ്. ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്ത ഒരുപാട് സാധാരണ മനുഷ്യരുണ്ട്. അപ്പോൾ അവരെ പറ്റിക്കുക, അപ്പോൾ അവരെ സേഫ് ഗാർഡ് ചെയ്യുന്നതാണ് ഗവൺമെൻറ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന. ഇപ്പം കുറേ സാധനങ്ങളൊക്കെ ഇൻഷുറൻസ് കവർ ചെയ്യുന്നുണ്ട്. ഇതുണ്ടല്ലോ നമ്മുടെ ക്യാമായിട്ട് തന്നെയാണ് ഇതിന് പറയുന്നത്. ഈ കോംപ്ലിമെൻ്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇറ്റ് വിൽ നെവർ ബി പാർട്ട് ഓഫ് മോഡേൺ മെഡിസിൻ. ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ആസ് മോഡേൺ മെഡിസിൻ. അതിനകത്ത് അവര് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ക്ലോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ബിവെയർ കൊടുത്തിട്ടുണ്ട്, കോഷൻ, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്.
ഇത് ആൾക്കാർക്ക് മനസ്സിലായി. ഇപ്പൊ ഫുഡിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളുമാണ് നമ്മൾ വൈറ്റമിൻസിലും കാര്യങ്ങളിലും ന്യൂട്രിയൻസ് ആയിട്ട് എടുക്കുന്നത്. അതെ. അപ്പൊ ഇത് അങ്ങനെ അത് അതിന്റെ ഭാഗമാണ്. ചില ആൾക്കാർക്ക് ഇപ്പോൾ എനിക്കറിയുന്ന കുറേ ഫേമസ് ഡോക്ടർമാരുണ്ട്. അവര് വൈറ്റമിൻ തെറാപ്പി കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. കാരണം ഞാൻ ഇപ്പൊ നമ്മുടെ ഹോമിയോപ്പതി ചെയ്യുമ്പോൾ തന്നെ ചില ഡോക്ടർമാരുടെ അടുത്ത് ഞാൻ റെഫർ ചെയ്യാറുണ്ട്. ESR കൂടിയ ആൾക്കാരുണ്ട്. ഞാൻ റെഫർ ചെയ്യുമ്പോൾ അവരുടെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് കൊണ്ട് മാത്രം ESR കുറയ്ക്കുന്ന ഡോക്ടർമാരുണ്ട്. എനിക്ക് പേഴ്സണലി പരിചയമുള്ള കുറെ ഡോക്ടർമാരുണ്ട്. നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇത് ശരിക്കും നല്ല പൊട്ടുന്നു എനിക്ക്. വൈറ്റമിൻസ് കൊണ്ട് ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നത്, വൈറ്റമിൻസ് കൊണ്ട് ഈ ഒരു ഇൻഡിക്കേഷൻ ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ബേസിക് ആയിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള കാര്യം, സാമൂഹിക പ്രതിബദ്ധത, സയൻസിലെ മോഡേൺ മെഡിസിനിലെ കാര്യം, ഇതെല്ലാം അവിടെ നിൽപ്പുണ്ട്. വൈറ്റമിൻസ് കൊണ്ട് ESR എന്ന് പറയുന്നത് ഒട്ടും സ്പെസിഫിക് അല്ലാത്ത ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കൂടാവുന്ന കാര്യങ്ങളാണ്. അതിന് ഫർദർ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം. എന്നിട്ട് എവിടെയാണോ കോസ്, എവിടെയാണോ സംഭവം നടക്കുന്നത് എന്താണോ അതിനെ അഡ്രസ് ചെയ്യണം. അങ്ങനെ കുറയത്തുള്ളൂ. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കും, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കും, ഇതെല്ലാം നോക്കുന്നത്. പിന്നെ ഡൈമർ നോക്കാറുണ്ട്, ഇങ്ങനത്തെ ടെസ്റ്റുകൾ. പിന്നെ ലിപ്പിഡ് അത് നോക്കാറുണ്ട്, ഇതെല്ലാം നോക്കാറുണ്ട്. അല്ലാതെ തന്നെ നമ്മളൊന്ന് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും. അൾട്രാസൗണ്ട് നോക്കുമ്പോൾ നമുക്കിപ്പോ ലിവറിൽ ഇപ്പൊ ഫാറ്റ് ലിവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പൊ എന്തെങ്കിലും മുഴകളോ കാര്യങ്ങളോ ലിവറിന്റെ സംബന്ധിച്ചിട്ട് അറിയാൻ പറ്റും. ഞാൻ പിന്നെ ഒരു സമയത്ത് CT പ്ലെയിനെങ്കിലും എടുത്ത് നോക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഡെയിലി നിൽക്കുമ്പോൾ നമുക്ക് അതിനൊരു പേടി വരും, നമുക്ക് വല്ല വരുമോ എന്നുള്ളത്. അതെ അതെ പറയൂ. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ തോന്നുന്നു. ഈ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ഈ ഡൈമർ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എനിക്കൊന്ന് ഇനിയും വരുന്ന വഴിക്ക് ഒന്നുകൂടെ പറയും. ഈ ഡൈമർ എന്ന് പറയുന്ന സംഭവവും പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ അല്ല. അതിനോടനുബന്ധിച്ച് വേറെയും കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ. ഒരു ക്ലോട്ട് ഫോം ചെയ്യുന്ന സമയത്ത് ആ ക്ലോട്ടിൽ നിന്നുണ്ടാവുന്ന ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ്, ഒരു പ്രോട്ടീൻ ആണ് ഈ ഡൈമർ എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ അങ്ങനെ വന്നിട്ട് ഒരു മൈക്രോ ക്ലോട്ട് ഒക്കെ ഫോം ചെയ്യുമ്പോൾ വരുന്നതാണ്. ഇതെടുത്ത് അവിടെയൊക്കെ ആയിട്ട് ഡൈമർ എന്ന് പറഞ്ഞ ഫാൻസി വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് ഡോക്ടറിന്റെ തന്നെ ഒരു ക്രെഡിബിലിറ്റി, ഇന്റഗ്രിറ്റി ഒക്കെ നശിപ്പിക്കണോ? അടുത്തത് രണ്ടാമത് CT സ്കാൻ. ഞാൻ അവിടെ പുള്ളിക്കാരൻ പറഞ്ഞോ, ഞാൻ എന്തായാലും റേഷൻ കടയിൽ മറ്റേ ഈ ഫ്യൂണറൽ അടക്കാൻ മരണ വീട്ടിൽ വന്നതല്ലേ, എന്നാ പിന്നെ ഞാൻ ശവമായിട്ട് കിടന്നേക്കാം എന്ന് പറയുന്നത് പോലെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഞാൻ എന്തായാലും ആശുപത്രി ഡയഗ്നോസ്റ്റിക് സെന്ററിൽ നിൽക്കുന്നതല്ലേ, എനിക്ക് തന്നെ ഒരു പേടി വരും. ആദ്യം തന്നെ ഈ പേടിയൊക്കെ വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ MBBS മെഡിസിൻ പഠിക്കുമ്പോൾ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോ അതൊക്കെ തലേന്ന് പോയി. അതൊക്കെ തലേന്ന് പോയി. ഇപ്പോഴും ഡോക്ടറിന്റെ തലയിൽ അത് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ കുറച്ചുകൂടി മുന്നോട്ട് പോവേണ്ട ആവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുമ്മാ നമുക്ക് സിംറ്റംസ് ഇല്ല, ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ട് കയറി അങ്ങ് CT മെഷീന്റെ അകത്ത് കയറി കിടക്കുകയല്ല വേണ്ടത്. അങ്ങനെ കിടന്ന് താങ്കൾ വേണമെങ്കിൽ കിടന്നോ, അത് വന്നിട്ട് പൊതു ഇടങ്ങളിൽ പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ പേടിപ്പിക്കല്ലേ, കാലി പിടിക്കുക. അമ്മച്ചിയാണ് കാലി പിടിക്കുക. ഏറ്റവും വലിയ ചാലഞ്ച് എന്താ ഡോക്ടർ ഫേസ് ചെയ്യുന്ന ഈ ഒരു മേഖലയില്? ഏറ്റവും വലിയ ചാലഞ്ച് ഈ നമ്മളെപ്പോലുള്ള ഈ ക്രിട്ടിക്സിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഞാൻ വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇവന്മാർക്കുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് ഇവരുടെ ഏറ്റവും വലിയ ചാലഞ്ച്. കാരണം യാതൊരു ഒരു പരിധിയില്ലാതെ, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ അരക്കി തൂറ്റിച്ച് നാറ്റിച്ച് കളയും. മനസ്സിലായില്ലേ? ഒരുപാട് പേര് കണ്ടില്ലേലും നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞിരിക്കാം. മനസ്സിലായില്ലേ? അത് പറയേണ്ട രീതിയിൽ തന്നെ നമ്മൾ പറയുകയും ചെയ്യും. ഇത് ഷുഗർ കോട്ട് ചെയ്യേണ്ടതൊന്നും കാര്യമില്ല. ഈസ് എ ഫ്രോഡ്, ഈസ് എ പക്ക ഫ്രോഡ്. ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ടു വേസ് അബൌട്ട് ഇറ്റ്. കാരണം അയാൾ ഹോമിയോപാത്ത് ആണെന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതി ചെയ്യണം, ഹോമിയോപ്പാത്തി പറയണം. അല്ലാതെ വൈറ്റമിൻസും ഹോമിയോപ്പതിയിൽ എവിടെയാണ് ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റ് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഈ പറഞ്ഞ മെറ്റീരിയ മെഡിക്കയില ഓർഗൻ ഓഫ് മെഡിസിനിൽ ക്യാൻസറിനെ പറ്റി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതിനെപ്പറ്റി പറയാത്ത അതിൽ പ്രതിവിധി ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റുകൾ, അതിനെക്കുറിച്ച് ഇവിടെ ഇരുന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് അതിൻ്റെ കൂടെ കുറേ ന്യൂട്രാസ്യൂട്ടിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ കലക്കോപ്പതി തള്ളിവിടുന്ന എന്നിട്ട് അവിടെ ഉള്ള എല്ലാ മെഷീനും, വാക്യൂം ക്ലീനർ അടക്കം കോഫി മെഷീനും അതുവരെ എടുത്തിട്ട് ഉപയോഗിപ്പിക്കും. മനസ്സിലായില്ല? അതുകൊണ്ട് വാക്യൂം ക്ലീനറും അതടക്കം ഉപയോഗിപ്പിക്കും. അവിടെ എന്തൊക്കെ ഉണ്ടോ, ലൈറ്റ് സ്വിച്ച് വരെ ഉണക്കി കാണിച്ചു തരും. മനസ്സിലായില്ലേ? വെറുതെ ലൈറ്റ് അടിച്ച് കാണിച്ചു തരും. ഈ ഒരു മേഖലയിൽ ഫേസ് ചെയ്യാന്ന് വെച്ചാൽ
അത് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഹോമിയോപ്പതിയിൽ ആൾക്കാർക്കുള്ള വിശ്വാസക്കുറവ്, അത് ഒരു ഞാൻ വളരെ ഈസി സിമ്പിൾ വേർഡ്സിൽ ഫേക്ക് എന്ന് വരെ വിളിക്കും. അങ്ങനെ പറയുന്നത്. കാരണം അത് വേറൊന്നുമല്ല, അത് ഹോമിയോപ്പതി നമ്മൾ ചെയ്യുന്ന പോലെ വേറെ ആരും ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്തോന്ന് ന്യായോടെ രഞ്ജിനി ഹരിദാസ്, ഞാൻ എന്റെ സല്യൂട്ട് വരുന്നുണ്ട്. സിമ്പിൾ ആണെന്നെങ്കിൽ അത് ബോൾഡ് ആണ്, അത് ഫേക്ക് ആണെന്ന് പറയാൻ കാണിച്ച ആ ഒരു തന്റെ ഉണ്ടല്ലോ, പബ്ലിക്കിന്റെ ചോദ്യം അവളായിട്ട് ചോദിച്ചതേ ഉള്ളൂ. പക്ഷെ മിടിക്കുകയാണ് ആ കാര്യത്തിൽ. ഇത് ഫേക്ക് ആണെന്ന് ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അവർക്ക് ആൾക്കാർ അസൂയ, ബേസിക്കലി അസൂയ. സിസ്റ്റമിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ മറ്റേ കാഷ്വൽ ആയിട്ട് ഞാൻ പറഞ്ഞു, എന്റെ വീട്ടില് വളരെ വലിയൊരു ഹോമിയോ ലവർ ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹോമിയോ കഴിക്കാൻ ഹോമിയോപ്പതി പറയുമ്പോ എന്താ മനസ്സിൽ വരുന്നത്? പഞ്ചസാര ഗുളികയാണോ? അതെ പഞ്ചസാര ഗുളികയാണ്. പക്ഷെ ആദ്യമൊക്കെ, ഇപ്പൊ അത് കുറച്ച് മാറിയിട്ടുണ്ട്. ബിക്കോസ് ഇത് ഒരു കോമ്പിനേഷൻസ് ഓഫ് മെഡിസിൻസ് കമ്പൈൻ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണെന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ഞങ്ങൾക്ക് ഒരു ഡോക്ടർ ഉണ്ട്, ഒരു ഡോക്ടർ കാന്തി എന്ന് പറഞ്ഞു. കാന്തി ഡോക്ടറിന് കുറെ തെറി കിടക്കുന്ന ഒരാളാണ് ഞാൻ. ഡോക്ടർ അനുസരിച്ച് ഞാൻ ഒന്നും ഫോളോ ചെയ്യാത്ത, പക്ഷെ എനിക്കപ്പം ഇതിനൊരു ജർമ്മൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിടക്കുന്ന സംഭവമൊക്കെ തന്നെ അങ്ങനെ എന്തോ. പക്ഷെ ഡോക്ടർ തന്നെ എന്തോ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉണ്ടാക്കി എടുക്കുന്ന കുറെ മരുന്നുകൾ. ടെൽ us what homeopathy പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഇതെന്താണെന്ന് ഷാക്കി അറിയോ? എന്താണ് ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ? ഡു യു നോ വാട്ട് ദാറ്റ് ഈസ്? ഈ പാഠം പഠിച്ചിട്ടില്ല? ഇല്ല, അന്ന് ഞാൻ കട്ട് ചെയ്ത് പോയി കണ്ട സിനിമയാണ് വിയറ്റ്നാം കോളനി. എന്ന ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞുതരാം, നോട്ട്സ് എടുത്തോളൂ. അതായത് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആൻഡ് ഹോൾ ബഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ, ഡൈക്ലോഫിനാക്, ആസ്പിരിൻ, പാരസെറ്റമോൾ, ഇത് ഡിസ്പെൻസറിയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് പൊടിക്കുക, നല്ലപോലെ പൊടിച്ച് ഈ ഹോമിയോ മരുന്നിൻ്റെ കൂടെ ചേർക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഇന്ത്യയിലുള്ള വേണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റഡി എടുത്തു തരാം. I'll just zoom it up. Misuse of corticosteroids in some of the drugs dispensed in a preparation for alternative systems. ഈ സ്റ്റഡിയിൽ, and in this it clearly identifies, showed 38% of them, 38.32% were adulterated with steroids. ഇത് ഇന്ത്യയിൽ നടത്തിയ സ്റ്റഡിയാണ്. അതിൽ ഹോമിയോപ്പതിയും ആയുർവേദവും എല്ലാം വരും, നോട്ട് ജസ്റ്റ് ഐസൊലേറ്റഡ് വിത്തിൻ ഹോമിയോപ്പതി. അപ്പോൾ ഇതൊരു റീസണാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വെറുതെ അല്ല. അപ്പോൾ ഈ കലക്കോപ്പതിയിൽ വരുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. അപ്പോൾ ഈ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു, അതും എത്ര ചേർക്കുന്നു, എങ്ങനെ ചേർക്കുന്നു എന്നുള്ളതൊന്നും ഇവർക്ക് വലിയ ധാരണയൊന്നുമില്ല. ദേ ആർ നോട്ട് ലൈസൻസ് ടു യൂസ് മോഡേൺ മെഡിസിൻസ്. ദിസ് ഇസ് വാട്ട്സ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇത് ബൈപ്പാസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ ഇതെല്ലാം കൂടി കലക്കിയിട്ടിട്ട് അവിടെ ഒരു MBBS-കാരനെ പിടിച്ചിരുത്തുകയും ചെയ്യും. അപ്പോൾ അവൻ എഴുതി കൊടുക്കും ഇതെല്ലാം, മനസ്സിലായില്ലേ? അവിടെ ഏതെങ്കിലും ഒരു MBBS-കാരനും ഒരു റേഡിയോളജിസ്റ്റും ഉണ്ടാവും. ഈ മെഷീനൊക്കെ ഉപയോഗിക്കണമല്ലേ, ഇവിടെയൊക്കെ ബട്ടൺ എവിടെ ഞെക്കണമെന്ന് അറിയണമല്ലോ. ഈ സ്വിച്ച് റേഡിയോളജിസ്റ്റ് ഉണ്ടോ? റേഡിയോളജിസ്റ്റ് കൊടുത്താൽ മതി. ഉറപ്പായിട്ടും റേഡിയോളജിസ്റ്റ് ഉണ്ടാവും. വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു യാതൊരു എത്തിക്സും ഇല്ലാത്തൊരു ഓൺകോളജിസ്റ്റിനെയും പിടിച്ചിരുത്തും. അപ്പം എല്ലാമായി. കാശ് വരുന്ന വരവുണ്ടല്ലോ, ഈ പൈസയ്ക്ക് ഈ പറഞ്ഞ എത്തിക്സ് ഒരു ബാധകമല്ല, മനസ്സിലായില്ലേ? മണി, എസ്പെഷ്യലി വിത്ത് ദിസ് കൈൻഡ് ഓഫ് ക്വാക്കറി, യു ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് മണി ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ വില്ലിംഗ് ടു പേ. ഈ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കുറേ ഹതഭാഗ്യന്മാരുണ്ട്. ഹോപ്പ്, യു ആർ സെല്ലിങ് ഹോപ്പ്. ഹോപ്പ് ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ കമ്മോഡിറ്റി. അത് ഉണ്ടാക്കിയെടുക്കുക, ഹോപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് അത് വിറ്റ് കാശാക്കുക. അതാണ് ഇവർ ചെയ്യുന്നത്. മരണത്തോടടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേവലാതി ഉണ്ടല്ലോ, കയ്യിലുള്ള സ്വത്ത് മൊത്തം വിറ്റ് ഇവർ പറയുന്ന പാവയ്ക്ക ജ്യൂസെങ്കിൽ പാവയ്ക്ക ജ്യൂസ്, പപ്പായ ജ്യൂസെങ്കിൽ പപ്പായ ജ്യൂസ്, ഗോമൂത്രം, പട്ടിത്തീട്ടാണെങ്കിൽ അത് വരെ വാരി തിന്നിട്ട് നമുക്ക് അതിജീവിക്കാം. രണ്ട് തരം മനുഷ്യരാണ്. ഒന്ന് ഈ സൗന്ദര്യവർദ്ധനം, വെയ്റ്റ് ലോസ്, ബോഡി ഇമേജ്. സി ദ ബിഗസ്റ്റ് സെല്ലിംഗ് പോയിന്റ് ഇൻ ഇന്ത്യ ഇസ് എവ്രിബഡി ഈസ് അഷെയിംഡ് ഓഫ് ദംസെൽവ്സ്. ബോഡി ഇമേജ് അഷെയിംഡ് എന്ന് വെച്ചാൽ ഷെയിം. ചെറുപ്പത്തിലേ കുഞ്ഞിലേ അച്ഛനമ്മമാർ വരെ പിള്ളേരെ ഷെയിമിലാണ് വളർത്തുന്നത്, മനസ്സിലായില്ലേ? അത് വളരുമ്പോഴത്തേക്ക് അതൊരു കമ്മോഡിറ്റി ആയി മാറും. യുനോ, പീപ്പിൾ ആർ അഷെയിംഡ് ഓഫ് ദിയർ കോംപ്ലക്ഷൻ, ദിയർ സ്റ്റാച്ചർ, ദിയർ ഫിസിക്കൽ ഫോം. അതെല്ലാം എങ്ങനെയാണ് അവസാനം അതൊരു ക്യാപിറ്റലായി മാറുന്നത്? എ ക്യാപിറ്റൽ ബിൽഡ് ഓൺ ഷെയിം ആൻഡ് ഇൻസെക്യൂരിറ്റി. അതിനെ ഇവർ ക്യാപിറ്റലൈസ് ചെയ്യും. രണ്ടാമത് ഫിയർ ഓഫ് ഡെത്ത്, ടെർമിനൽ ഇൽനെസ്. ഈ മൂന്ന് സംഗതികൾ
ടെർമിനൽ ഇൽനെസ്സിനെയും ഫിയർ ഓഫ് ഡെത്തിനെയും പിന്നെ ഈ ഫിയർ മോങ്കറിങ് എല്ലാം എന്ന് വെച്ചാൽ അത് നിങ്ങൾ കഴിക്കുന്നുണ്ടോ? പല്ല് തേക്കുന്നുണ്ടോ രാവിലെ? പല്ല് ടൂത്ത് പേസ്റ്റിൽ ഫ്ലോറൈഡ് ഉണ്ട്. ഫ്ലോറൈഡ് എന്തൊക്കെ ഉണ്ടാക്കുമെന്നറിയാം. ഇന്ന രോഗങ്ങൾ ഫ്ലോറൈഡ്. പോയി ഗൂഗിൾ അടിച്ച് നോക്കൂ. പിന്നെ അതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, അതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ആ പ്രിസർവേറ്റീവ്സ് നിങ്ങൾ ഒരു ബ്രെഡ് എടുത്ത് വെളിയിൽ വെച്ച് നോക്കൂ, അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ചീത്തയാവില്ല. പക്ഷേ വീട്ടിലുണ്ടാക്കുന്നത് അപ്പം ചീത്തയാവും. മനസ്സിലായില്ലേ? കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണ് ചീത്തയാവാതിരിക്കുന്നത്? ഇത് വയറ്റിൽ പോയാൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിച്ച് ഈ ബ്രെഡ് ചീത്തയാകാതിരിക്കുന്നത് കൊണ്ടാണ് കോടിക്കണക്കിന് മനുഷ്യർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ധാന്യങ്ങൾ പൂത്ത് പോകാതിരിക്കാനായിട്ട് നമ്മൾ മോഡിഫൈ ചെയ്ത് ഹൈബ്രിഡൈസ് ചെയ്ത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കുന്നത് എന്തിനാണ്? കൂടുതൽ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കേണ്ടത്, പട്ടിണി അകറ്റിയതാണ്. ഇതാണ് സയൻസ്. അപ്പോൾ അതിനെ ഇങ്ങനെ കൊഞ്ഞണം കുത്തുന്നത് ഈ തിന്നതിന് ശേഷം ഈ എല്ലിൽ കയറി കുത്തുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇത് നിങ്ങളുടെ ഈ ലക്ഷറിയാണ്. യു ക്യാൻ അഫോർഡ് ടു സേ ദാറ്റ്. ഒന്നും തിന്നാനില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. 69-ലും 64-ലും 69-ലും പട്ടിണി കിടന്ന ആൾക്കാർ മരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഈ അസുഖങ്ങൾ വരുമ്പോഴത്തേക്കും വസൂരിയും അതുപോലെ തന്നെ വീട്ടിൽ കച്ചവടക്കാർ വരില്ല, മലക്കറിയില്ല, തിന്നാനൊന്നുമില്ല. ദാരിദ്ര്യം 1945-ലുള്ള കല്യാണക്കുറിപ്പിൽ അതിൻ്റെ കോപ്പി എൻ്റെ ഇരിപ്പുണ്ട്. കല്യാണക്കുറിപ്പിൽ എഴുതി വയ്ക്കും, വരുമ്പോൾ ഇടങ്ങാഴി അരിയും കൂടി 2 പേർക്ക് കഴിക്കാനുള്ള അരിയും കൂടി കൊണ്ടുവരണം എന്ന് എഴുതി വയ്ക്കും കല്യാണക്കുറിപ്പിൽ. എന്തിനെന്നറിയാം? അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു നമ്മൾ. അങ്ങനെ ജീവിച്ച മനുഷ്യരാണ് ഇന്ന് ന്യൂട്രാസ്യൂട്ടിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കലക്കോപ്പതി അടിച്ച് ആൾക്കാരെ പൈസ പിടുങ്ങാനായിട്ട് കുറേ താളിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇത് പറയണം. നമുക്ക് പറയാനുള്ള ഭാഷയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇവന്മാരൊക്കെ ഫ്രോഡുകളാണ്. ഇവന്മാർ ഈ വിറ്റ് നിങ്ങളുടെ പൈസയും നിങ്ങളുടെ സമയവും നിങ്ങളുടെ വിലപ്പെട്ട നിങ്ങളുടെ സ്വത്തുക്കളും ഇങ്ങനെയുള്ള കള്ളന്മാരെ അടിച്ചു മാറ്റുന്നത് നിങ്ങൾ പോലും അറിയുന്നില്ല, നമ്മൾ പോലും അറിയുന്നില്ല. അതാണ്. അത് മോഡേൺ മെഡിസിനിലും ഉണ്ടത്. ഇത് മോഡേൺ മെഡിസിൻ എന്തോ ആകാശത്ത് നിന്ന് കെട്ടിയെടുത്താണെന്ന്. അത് പ്രാക്ടീസ്. ദ സയൻസ് ഇസ് ട്രൂ. ബട്ട് ഇഫ് ദ സയൻസ് ഇസ് ട്രൂ ആൻഡ് ദ പ്രാക്ടീസ് ഇസ് എ ബഞ്ച് ഓഫ് ഫ്രോഡ്സ്, ഇറ്റ് അപ്ലൈസ് ടു എവ്രി വൺ. ഇറ്റ് അപ്ലൈസ് ത്രൂ ഔട്ട്. There is science and then there is disservice to society. അപ്പോൾ ഇവർ ചെയ്യുന്നത് അതേപോലത്തെ ഡിസർവീസാണ്. പഞ്ചസാര ഗുളികയൊന്നും അല്ല, അതൊക്കെ ഞാനൊക്കെ അതിന് വേണ്ടി അപ്പൊ അതൊക്കെ ഒരു പഴയൊരു ചിന്താഗതിയായി പഞ്ചസാര ഗുളിക. അപ്പൊ എന്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിക്കും, ഡോക്ടറെ മറ്റേ വെള്ള ഗുളികയാണ് കഴിക്കുന്നത്. പിന്നെ ഇപ്പൊ പഞ്ചസാര ഗുളിക അല്ലേ കൊടുക്കുന്നത്? ഇപ്പം ഹോമിയോപ്പതിയിലും ഇപ്പോഴും ഹോമിയോയിലും പഞ്ചാര ഗുളിയും ആൽക്കഹോളിൽ കളക്കി കൊടുക്കലും തന്നെയാണ്. അതിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇവൻ തട്ടിവിടെയാണ്. സുക്രോസ്, ഫ്രക്ടോസ്, ഡെക്സ്ട്രോസ്, ഗ്ലൂക്കോസ്, പഞ്ചാര എന്ന് പറയുന്നത് ഡെക്സ്ട്രോസ്, ലാക്ടോസ്, സുക്രോസ്, ഫ്രക്ടോസ്. കാരണം ഇതെല്ലാം ഷുഗറാണ്. അറിയ ആൾക്കാര് അപ്പൊ തന്നെ അത് അങ്ങനെ ആകുന്ന. പക്ഷെ അതൊന്നും അല്ല, എന്റെ കഥകൾ അതൊന്നും അല്ല. അതിന് ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ മദർ ടിഞ്ചേഴ്സ്, അതിൽ പല ഹെർബ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന മെഡിസിൻസ് ഉണ്ട്. പല സാധനങ്ങളുണ്ട്. പല ഹെർബ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ ഓൺ കോമ്പിനേഷൻ, അങ്ങനെ കുറെ പത്തോളജിക്കലി നമ്മൾ പഠിക്കുന്ന റിസർച്ച് ചെയ്തിട്ടുള്ള നമ്മുടെ എവിഡന്റ് ആയിട്ടുള്ള കുറെ സാധനം. അതൊക്കെ ഒരു വലിയ സ്റ്റോറി തന്നെയാണ്. അത് ഏതാ? അത് മെറ്റീരിയ മെഡിക്ക. ലാസ്റ്റ് ആ പുസ്തകത്തിന്റെ പേരെന്താ? അതാണ് മെറ്റീരിയ മെഡിക്ക. മെറ്റീരിയ മെഡിക്ക ഏത് നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകമാണ് മെറ്റീരിയ മെഡിക്ക? ഇല്ല, നിങ്ങളപ്പം ഈ കോമ്പിനേഷൻസിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന മെഡിസിൻസ് അല്ലേ? അതെ, മെഡിസിൻസ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഓരോ ആൾക്കാർ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. മെറ്റീരിയ മെഡിക്ക അവിടെ പറഞ്ഞു, സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് അത് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് മറ്റേ അമ്മിയും മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, ഉഴുന്നടിക്കുന്ന സംഭവമൊക്കെ വെച്ച് ഇടിച്ച് പൊടിച്ച് മെതിച്ച് കാറ്റത്തിട്ട് ഉണക്കി, എന്താ മറ്റേ ഇതില് പറയത്തില്ലേ, ജഗതി പറയത്തില്ലേ, കാട്ടിൽ ഓടി നടന്ന മയിലെ പിടിത്ത് അതിനെ കിടത്തി അത് ഏതാണെന്ന് പറഞ്ഞുതരാം. കാട്ടിലെ വിളയാടി നടന്ന മയിലെ വലയില്ലാമ പിടുത്ത് തീരും തിനയും കൊടുത്ത് നീരും നെരുപ്പും കൊടുത്ത് പാസൻ നേസം കൊടുത്ത് ഊരറിയാമ ഉലകറിയാമ അൻപുക്ക് പിൻപേ അൻപ് പെടാമ കണ്ടം തുണ്ടമാ വെട്ടി കലത്തിനെ പോട്ട് മാറ്റി ഇത് ശുദ്ധமான മയിലെണ്ണ. അപ്പം പുള്ളി പറയുന്നത് ഒന്നും കൂടി നമുക്ക് കേട്ടു നോക്കാം. ഒരു സ്റ്റോറി തന്നെയാണത്. അത് ആ ബുക്കിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പം അത് പറയാൻ എന്തുമാത്രം പുള്ളിക്കൊരു അപ്പോൾ ഒരു 10 ഡെസിബലിൽ കുറച്ചിട്ട് ആ ബുക്കിന്റെ പേരെന്താ?
ആ ബുക്കിന്റെ പേരെന്താ? എന്താടാ ഉറക്കെ പറയാത്തത്? ഡി ഡൈമർ ഒക്കെ പറഞ്ഞ ആളുടെ സൗണ്ട് എവിടെ പോയി? ഡി ഡൈമറും മറ്റേ സി ഡൈമറും പൊട്ടാസ്യം സൈനൈഡും ഒക്കെ പറയാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു. പക്ഷെ ഇത് പറയാൻ അവന് പറ്റണില്ല. ഒന്നുകൂടി പറ. ഞങ്ങൾ പഠിക്കാനുള്ള വല്ല ബുക്കും ഉണ്ടോ അതിന് വേണ്ടി? ഈ കോമ്പിനേഷൻസ് ഇല്ല. ഞങ്ങളിത് റെക്കോർഡ് ചെയ്താണ്, പ്രീ റെക്കോർഡഡ് ഷോ ആണ്. ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ ആണ്. ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്നതിൽ ചിലപ്പോൾ കുറേയൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മിനുക്കി, ഇതിനിടയിൽ ഞാൻ കുറേ പോളിഷ്ഡ് ആയിട്ടുള്ള ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജിയും വൊക്കാബുലറിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് പോയെന്നിരിക്കും. എങ്കിലും മാക്സിമം ഞാൻ ബീപ്പ് ചെയ്തിട്ട് ഞാനിത് കയറ്റാൻ ശ്രമിക്കാം. എല്ലാവരിലേക്കും എത്തേണ്ട ഒരു സാധനമാണ്. നമ്മളുടെ ചില സുഹൃത്തുക്കൾ, നമ്മൾ വളരെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾ ക്യാൻസർ കൊണ്ട് അനുഭവിക്കുന്നു. ക്യാൻസറിൻ്റെ ആ ദുഃഖത്തിലായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അതിൽ എൻ്റെ വളരെ പേര് പറയുന്നില്ല, എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തും എന്നെ ഓർമ്മിപ്പിച്ചായിരുന്നു ഇത് ഒന്ന് ഡീബങ്ക് ചെയ്യണം എന്ന്. അങ്ങനെ ആൻഡ് ഷാ ഓൾസോ ഹാഡ് ദ സെയിം ഐഡിയ. ഹി ഡിഡ്ന്റ് നോ ദാറ്റ് ഐ വാസ് ഓൾസോ ഇൻറ്റൻഡിങ് ടു ഡു ദിസ്. അപ്പോൾ ഷായ്ക്കും ഇത് ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് നമുക്ക് ഇത് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പൊ നമ്മൾ ഇതുവരെ ഒരു 10-40 മിനിറ്റ് വരെ കണ്ടതിൽ തന്നെ അതിനകത്തുള്ള പൊള്ളത്തരങ്ങൾ എന്താണെന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹം തന്നെ, ആ ഡോക്ടർ തന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നുണ്ട്. അറിയാതെയാണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറെ ഇടത്തൊക്കെ പുള്ളിക്കാരന് മരുന്നിനെ കുറിച്ചൊന്നും പുള്ളിക്കാരൻ പറയുന്നില്ല, എങ്ങനെയാണോ ചികിത്സ തുടങ്ങേണ്ട രീതിയെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒരു ബേസ്ലെസ്, ഒരു പൊള്ളയായിട്ടുള്ള സ്യൂഡോ സയൻസ് ആണ്. അതിന് അടിസ്ഥാനമില്ല, അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പിടിയില്ല. രണ്ടാമത്, ഇത് സാന്ത്വനിപ്പിക്കുന്ന ചികിത്സയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാന്ത്വനിപ്പിക്കുന്ന ചികിത്സയാണ് എന്ന് പറഞ്ഞ് ഇൻഫോംഡ് കൺസെന്റ് മേടിച്ച് നിയമപരമായിട്ട് നിങ്ങൾ നടത്തിക്കോളൂ. അല്ലാതെ ഇത് ചികിത്സിക്കും, ഇതില് രോഗം ഭേദമാക്കും, അല്ലെന്നുണ്ടെങ്കിൽ കുറയ്ക്കും, അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റല്ലേ? അപ്പോൾ രഞ്ജിനിയും അതൊന്ന് കെയർഫുൾ ആവണം. നമ്മൾ ഇനിയും പരിപാടികളൊക്കെ നടത്തുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് നടത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ എനിവേ, താങ്ക്സ് നിഷാദ് കൈപ്പള്ളി. Thank you, and till next time, see you all. Bye-bye.